ഈ സെഷനിൽ നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെയാണ് പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൽ നടക്കുന്നതെന്നാണ് പഠിക്കുന്നത് കേട്ടോ. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്ടിക് ഓർഗാനിസം. എങ്ങനെയാണ് പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്? അപ്പം നമ്മൾ ആ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അത് പ്രോകാരിയോട്ടിൽ എങ്ങനെയായിരിക്കും, യൂകാരിയോട്ടിൽ എങ്ങനെയായിരിക്കും നമ്മളോട് പറഞ്ഞു. ലാസ്റ്റ് സെഷനിൽ നമ്മൾ അതാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് നടക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ജസ്റ്റ് ഡ്രോൺ ദ നോർമൽ DNA. നോർമൽ DNA സ്ട്രക്ചർ തന്നെയാണ് ഞാനിവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. ദിസ് ഈസ് റണ്ണിങ് ഇൻ ആന്റി പാരലൽ ഡയറക്ഷൻ. 1 is in 3' 5' ഡയറക്ഷൻ ആൻഡ് 1 is in 5' 3' ഡയറക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിന് വേണ്ട എൻസൈംസ് ഞാനൊന്ന് ഇവിടെ എഴുതി വെക്കാം. ഹെലിക്കേസ് എൻസൈം ഓർ അൺവൈൻഡേസ് എൻസൈം. ഹെലിക്കേസ് ഓർ അൺവൈൻഡിങ് എൻസൈം. ഹെലിക്കേസ് എൻസൈം നമ്മൾ ഓൾറെഡി DNA പോളിമറൈസിന്റെ കേസിൽ അൺവൈൻഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ഹെലിക്കേസ് എന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ടോപ്പോഐസോമറൈസ് ഇറ്റ് ഈസ് യൂസ്ഡ് for the removal of the strain as in DNA replication. DNA replication DNA polymerase attach ചെയ്യാൻ വേണ്ടിയിട്ട് ഹെലിക്കേസും ടോപ്പോഐസോമറൈസും യൂസ് ചെയ്തു. അത് in the case of prokaryotic organism instead of topoisomerase it was gyrase. ഓക്കെ, അപ്പൊ ഗൈറേസും ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇനി അടുത്ത എൻസൈം which has to be incorporated here, that is RNA polymerase enzyme. RNA polymerase enzyme ആണ് ഇനി അടുത്തവിടെ വേണ്ട. ഈ RNA പോളിമറൈസ് എൻസൈമിന് ഒരു അഡീഷണൽ ഇനീഷ്യേഷൻ ഫാക്ടർ ഉണ്ട്, അത് സിഗ്മ ഫാക്ടർ ആണ്. അതേപോലെ അതിനൊരു ടെർമിനേഷൻ ഫാക്ടർ ഉണ്ട്, അത് റോ ഫാക്ടർ ആണ്. ഇത് RNA പോളിമറൈസിന്റെ 2 അഡീഷണൽ ഫാക്ടേഴ്സ് ആണ് കേട്ടോ. ഇനി ഈ സിഗ്മ ഫാക്ടറും റോ ഫാക്ടറും അല്ലാതെ പിന്നെ ബാക്കിയുള്ള ഭാഗത്തിന് നമ്മൾ RNA പോളിമറൈസിന്റെ കോർ എൻസൈം എന്നാണ് പറയാം. RNA പോളിമറൈസിന്റെ കോർ എൻസൈം എന്നാണ് പറയാം. സോ ഹിയർ RNA പോളിമറൈസ് എൻസൈം ഇറ്റ് ഹാസ് സിഗ്മ ഇനീഷ്യേഷൻ ഫാക്ടർ, കോർ എൻസൈം ആൻഡ് ദ ടെർമിനേഷൻ ഫാക്ടർ ആസ് റോ ഫാക്ടർ. ഇത്രയാണ് നമ്മുടെ enzyme requirement for this. ഇനി നിങ്ങൾ നോക്കിക്കേ, this RNA polymerase it will synthesize a new strand in 5' to 3' direction. So we need a template strand in 3' 5' direction. You see this is a 3' 5' strand. You just imagine here somewhere the Pripno box is there, അല്ലെങ്കിൽ Tata box is there, or the promoter region is present. ആ promoter region റെക്കഗ്നൈസ് ചെയ്യാൻ കഴിവുള്ള RNA പോളിമറൈസിന്റെ ഭാഗമാണ് സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഹെലിക്കേസ് എൻസൈം എന്ത് ചെയ്യുന്നറിയോ? ഹെലിക്കേസ് എൻസൈം it will come and bind in the promoter region and it will help in unwinding that particular region. അപ്പൊ നമുക്ക് ഇവിടെ ഒരു അൺവൈൻഡിങ് നടന്നേക്കുന്ന കാണാം. But this will be like this and this will be like this. So here ഈ 3' end 3' to 5' strand ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഇത് നമ്മുടെ കോഡിംഗ് സ്ട്രാൻഡ് ആണ് കേട്ടോ. This is template strand and this is the coding strand. അപ്പൊ നമുക്ക് കാണാൻ പറ്റും the sigma factor it is coming and attaching in this region. sigma factor എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും? ദാ ഈ ഭാഗത്ത് വന്ന് sigma factor അറ്റാച്ച് ചെയ്യും. sigma factor ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ this RNA polymerase it will see the sigma factor it has made a complex with the promoter region. promoter region ആയിട്ടൊരു കോംപ്ലക്സ് ഉണ്ടാക്കിയേക്കുന്നത് ആർക്ക് കാണാൻ കഴിയും? ഈ കോർ എൻസൈമിന്, RNA പോളിമറേസിന്റെ കോർ എൻസൈമിനെ കാണാൻ പറ്റും. So what happened here? This core enzyme will come and attach in this region. ഈ കോർ എൻസൈം ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. ഇനി ഈ കോർ എൻസൈം എന്തൊക്കെ കൂടിയതാന്ന് ചോദിച്ചാല് it has different subunits, that is alpha, alpha prime, beta, beta prime, omega. ഇതാണ് ഇതിന്റെ സബ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആൽഫ പ്രൈം ഇതിന് ഈ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സ്ട്രാൻഡിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ബീറ്റ പ്രൈം ദാറ്റ് വിൽ ഡു ദ കാറ്റലിറ്റിക് റിയാക്ഷൻ, അതായത് ഈ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് ബീറ്റ പ്രൈം സബ് യൂണിറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ കോർ എൻസൈം എന്ന് പറയുന്നത്. ഇത്രയും ഭാഗമാണ് അതിന്റെ കോർ എൻസൈം. ഈ കോർ എൻസൈം വന്നിട്ട് ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ട്രാൻസ്ക്രൈബിങ് ദിസ് സ്ട്രാൻഡ്. അപ്പൊ ഇത് ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർ എൻസൈം ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ സിഗ്മ ഫാക്ടർ ഇറ്റ് വിൽ ബി റിമൂവ്ഡ് സ്ലോലി. അപ്പൊ സിഗ്മ ഫാക്ടർ ഇങ്ങോട്ട് വിട്ടുപോരും. പിന്നെ അതിന്റെ ആവശ്യമില്ല, സിഗ്മ ഫാക്ടറിന്റെ ആവശ്യമില്ല. പിന്നെ ദിസ് കോർ എൻസൈം it has to pass through it. ഇതിൽ കൂടെ പാസ് ചെയ്യണം. അപ്പൊ അത് എന്ത് ചെയ്യും? ദാ ഇവിടുന്ന് 3' 5'
പുതിയ സ്ട്രാൻഡിനെ ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ലൈക്ക് ദിസ്. ഇങ്ങനെ പുതിയ സ്ട്രാൻഡിനെ ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും പോവാ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ RNA പോളിമറൈസ് ഇവിടെ എത്തി. പിന്നെ അത് ഇങ്ങനെയാണ് ഇത് ട്രാൻസ്ക്രൈബ് ചെയ്ത് വരുന്നത് അല്ലെ. അപ്പൊ ഇതിങ്ങനെ ഓപ്പൺ ആയി പോകും. നമുക്ക് കാണാം ഒരു വാല് പോലെ ഒരു RNA ഇങ്ങനെ ഹാങ് ചെയ്ത് RNA പോളിമറൈസിന്റെ ബാക്കിലേക്ക് ഹാങ് ചെയ്ത് പോകുന്നതാണ്. ഇനി ഇത് ആഡ് ചെയ്യുന്ന എന്തിനെയാ? റൈബോന്യൂക്ലിയോടൈഡിനെയാണ് ആഡ് ചെയ്യുന്നത് അല്ലെ. ഡിയോക്സി റൈബോന്യൂക്ലിയോടൈഡിനെ ആയിരുന്നു എപ്പോ ആഡ് ചെയ്ത്? DNA പോളിമറൈസേഷന്റെ കേസിൽ, റിപ്ലിക്കേഷന്റെ കേസിൽ DNA പോളിമറൈസ് എൻസൈം ആഡ് ചെയ്ത്. ഇതങ്ങനെയല്ല, RNA പോളിമറൈസ് റൈബോന്യൂക്ലിയോടൈഡിനെയാണ് ആഡ് ചെയ്യുന്നത്. സാധാരണ ന്യൂക്ലിയസിന്റെ ഉള്ളില് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സൈറ്റില് ഈ റൈബോന്യൂക്ലിയോടൈഡ് കാണുന്നത് AMP, അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്, ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റ്, thymidine monophosphate and uridine monophosphate. I'm sorry, ഇവിടെ thymidine വരില്ല കേട്ടോ. uridine monophosphate and cytidine monophosphate ഫോമിലായിരിക്കും കാണാം. ഇത് എന്ത് ചെയ്യുന്ന വെച്ചാല് ഇത് ഓരോ സബ്സ്ട്രേറ്റ് മോളിക്യൂളും ആക്ടിവേറ്റ് ആവും in the presence of an enzyme called as phosphorylase. This will get activated in the presence of an enzyme ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അതായത് എന്തിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും? ഈ AMPനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. AMP എന്തായിട്ട് മാറുന്നറിയോ? ATP ആയിട്ട് മാറും. അതേപോലെ ഈ സെയിം റിയാക്ഷൻ ഇവിടെ നടക്കും, അത് GTP ആയിട്ട് മാറും. ഇത് UMP എന്തായിട്ട് മാറും? UTP ആയിട്ട് മാറും. അതേപോലെ CMP എന്തായിട്ട് മാറും? CTP ആയിട്ട് മാറും. ഇതൊരു എനർജി റിച്ച് മോളിക്യൂളും കൂടിയാണ്. സോ ഈ ATPയും GTPയും UTPയും CTP ആയിരിക്കും എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും എനർജി പ്രൊവൈഡർ ആയിട്ട് ആക്ട് ചെയ്യുന്നതും. ഇവിടെ ഓരോ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 30 ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 30 ന്യൂക്ലിയോടൈഡ്സ് വിൽ ബി ആഡഡ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡില് 30 ന്യൂക്ലിയോടൈഡ്സിന് അത് ആഡ് ചെയ്യും. അതേപോലെ തന്നെ ഈ ഹെലിക്കേസ് അൺവൈൻഡ് ചെയ്ത് പോകുമ്പോൾ സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ വന്നിട്ട് ആ 2 സ്ട്രാൻഡുമേ ബൈൻഡ് ചെയ്ത് വെക്കണോണ്ട് അത് എളുപ്പം റീജോയിൻ ചെയ്യില്ല കേട്ടോ. പക്ഷെ ഇത് ഇവിടുന്ന് ഇങ്ങനെ മുമ്പിലേക്ക് മൂവ് ചെയ്യുന്തോറും വി ക്യാൻ സി ദിസ് RNA ഇറ്റ് വിൽ ബി ഹാങ്ഡ് ലൈക്ക് ദിസ്. ഇതിങ്ങനെ പോകുന്നതനുസരിച്ച് ഇതിങ്ങനെ ഉണ്ടായ RNA ഇങ്ങോട്ട് ഹാങ് ചെയ്ത് കാണും, അതിന്റെ പുറത്തേക്ക് DNAയുടെ പുറത്തേക്ക് ഹാങ് ചെയ്ത് കാണും. അതേപോലെ തന്നെ ഈ RNA പോളിമറൈസ് മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഈ ഹെലിക്കേസ് എൻസൈം മുമ്പിലേക്ക് പോകുന്നതും കാണാം. അതേപോലെ തന്നെ സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ നമ്മുടെ DNAയുടെ 2 സ്ട്രാൻഡിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ടല്ലോ. ഇത് തമ്മിൽ കൂടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ആ സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മാറിപ്പോകും. അപ്പൊ എന്താവും? ആദ്യം അൺവൈൻഡ് ചെയ്തേക്കുന്ന റീജിയൻ ഒക്കെ റീവൈൻഡ് ചെയ്യും. കാരണം RNA ഇങ്ങനെ ഹാങ് ചെയ്ത പൊസിഷനിലായിരിക്കും കിടക്കുന്നത്. സോ ഹിയർ ഇൻ ഈച്ച് സെക്ഷൻ, when we see the progress of this transcription reaction, we can see after each transcription കുറച്ച് ഉണ്ടാവുന്ന അനുസരിച്ച് RNA ഇങ്ങനെ ഹാങ് ചെയ്ത് DNAയുടെ ഉള്ളിൽ നിന്ന് താഴത്തേക്കും കിടക്കും. DNA ആ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിടം റീവൈൻഡ് ചെയ്തിട്ട് അത് പ്രോപ്പർ കോൺഫിഗറേഷനിൽ അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ട്രാൻസ്ക്രിപ്ഷന്റെ സമയത്ത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി പ്രോകാരിയോട്ടിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോകാരിയോട്ട് when they produces the RNA, പ്രോകാരിയോട്ട് RNA പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ DNA എവിടെ ഇരിക്കുന്നത്? അതിന്റെ സൈറ്റോപ്ലാസത്തിൽ തന്നെ അതിന്റെ DNA ഇരിക്കുന്നത് അല്ലെ. ആ DNA ഇറ്റ് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ സൈറ്റോപ്ലാസം ആൻഡ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ എ സർട്ടൻ റീജിയൻ വെയർ ബേസിക് അമൈൻസ് ആർ പ്രസന്റ് എന്നാണ് പറയുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള അമിനോ ഗ്രൂപ്പ് അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ഗ്രൂപ്പ് കുറച്ചിങ്ങനെ ക്ലബ് ചെയ്ത് കാണുന്ന ആ ഭാഗത്ത് ചുറ്റി ഒക്കെ ആയിരിക്കും എന്ത് കാണാം? അതിന്റെ DNA കാണാം. അതല്ലാതെ അതിന് ന്യൂക്ലിയർ മെംബ്രെയിനോ അല്ലെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചേംബർ ഒന്നും ഇല്ല. അപ്പൊ ആ ഭാഗത്ത് കാണുന്ന DNA ട്രാൻസ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്ട്ലി അതിന്റെ mRNA ഹാങ് ചെയ്യുന്ന എങ്ങോട്ടാണ്? അതിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് തന്നെയാണ് അതിന്റെ mRNA ഹാങ് ചെയ്യുന്നത്. സൈറ്റോപ്ലാസത്തിൽ പ്രോട്ടീൻ മെഷീനറി ഇരിക്കുന്നുണ്ട് അല്ലെ. സൈറ്റോപ്ലാസത്തിൽ എന്തിരിക്കുന്നുണ്ട്? പ്രോട്ടീൻ മെഷീനറി ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് പ്രോകാരിയോട്ടിന്റെ കേസില് ഈ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ഇവിടെ തീരാറായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം അതിന്റെ mRNA വന്നിട്ട്
ഇവിടെ അതിന്റെ RNA പോളിമറൈസ് ഉണ്ടാവും, അതിന്റെ mRNA കംപ്ലീറ്റ് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന കാണാം കേട്ടോ. mRNA 5' 3' ഡയറക്ഷനിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന കാണാം. അപ്പൊ ഈ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന ഈ mRNAയുടെ 5' എൻഡിൽ ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഒരു സീക്വൻസ് 5' എൻഡിൽ ഇരിക്കുന്നുണ്ട്. ആ സീക്വൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഷൈൻ ഡെൽഗാർനോ സീക്വൻസ്. ഈ പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ mRNA സിന്തസൈസ് ചെയ്ത് വരുമ്പോൾ അതിന്റെ 5' എൻഡ് എങ്ങോട്ട് ഹാങ് ചെയ്തിരിക്കും? സൈറ്റോപ്ലാസത്തിലേക്ക് ഹാങ് ചെയ്തിരിക്കും. അതിന്റെ ഫസ്റ്റ് 5' എൻഡിൽ ഇരിക്കുന്ന സീക്വൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഷൈൻ ഡെൽഗാർനോ സീക്വൻസ്. ഷൈൻ ഡെൽഗാർനോ സീക്വൻസ്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതെന്നറിയോ? ഇതിന് ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ല. ഇത് സൈറ്റോപ്ലാസത്തിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ എന്താ, സൈറ്റോപ്ലാസത്തിൽ ഇരിക്കുന്ന റൈബോസോമിനെ ഇതിന് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ റൈബോസോം വന്നിട്ട് ഇറ്റ് വിൽ ബി ഏബിൾ ടു റെക്കഗ്നൈസ് ദിസ് റീജിയൻ. ആ റൈബോസോമ പ്രോകാരിയോട്ടിൽ ഇരിക്കുന്ന റൈബോസോമിന് 2 സബ് യൂണിറ്റ് ഉണ്ട്. ഒന്ന് 50 years and another one is 30 years. 70 years റൈബോസോമാണ് അവർക്കുള്ളത് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് റൈബോസോം പ്രസന്റ് ഇൻ പ്രോകാരിയോട്ടിക് ഓർഗാനിസം ഈസ് 70 years റൈബോസോം. It has a large subunit 50 years and it has a small subunit 30 years. അതിനകത്ത് 30 years സബ്യൂണിറ്റിൽ ഇരിക്കുന്ന ഒരു RNA ഉണ്ട്. ഏതാണെന്ന് അറിയോ? അത് 16S rRNA അല്ലെ? ആ 16S rRNA it will be complementary to the ഷൈൻ ഡെൽഗാർനോ സീക്വൻസ് ഓഫ് ദ mRNA present in prokaryotic organism. പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിലുള്ള 5' എൻഡിൽ ഇരിക്കുന്ന ഷൈൻ ഡെൽഗാർനോ സീക്വൻസിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ളതായിരിക്കും ആ സ്മോൾ സബ് യൂണിറ്റിലുള്ള റൈബോസോമിലുള്ള 16S rRNA. ഈ rRNA ഏതാണ്? 16S rRNA. 16S rRNA എന്തിന് കോംപ്ലിമെന്ററി ആയിരിക്കും? ഷൈൻ ഡെൽഗാർനോ സീക്വൻസിന്. അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചാൽ mRNA സൈറ്റോപ്ലാസത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോമിനെ വലിച്ചുകൊണ്ട് വരും. ആര്? 16S rRNA. എങ്ങോട്ടേക്ക്? അതിന്റെ 5' എൻഡിലേക്ക്, mRNAയുടെ 5' എൻഡിലേക്ക്. സോ ദ ഷൈൻ ഡെൽഗാർനോ സീക്വൻസ് ആൻഡ് 16S rRNA as it is complementary, they can easily recognize the mRNA which is present in the cytoplasm of the prokaryotic organism. ഇനി ഇവിടെ ഈ mRNA ഒരു കോംപ്ലക്സ് ഈ സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈസിലി ഇറ്റ് വിൽ കം ആൻഡ് അറ്റാച്ച് ദ ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ഹിയർ. അപ്പോൾ ആ ട്രാൻസ്ലേഷൻ പ്രോസസ്സും ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സും ഇവിടെ നടക്കുന്ന ഒരു കപ്ലിംഗ് പ്രോസസ് ആയിട്ടാണ്. അതായത് ഒരേ സമയത്താണ് നടക്കുന്നത്. അതല്ലാതെ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് ഇനി അത് ഫുള്ള് ഇങ്ങോട്ട് പോരട്ടെ, ഫുള്ള് സൈറ്റോപ്ലാസത്തിലേക്ക് പോരട്ടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സൈറ്റോപ്ലാസത്തിലേക്ക് തന്നെ അത് ഹാങ് ചെയ്ത് കാണുന്നത് കൊണ്ട് ഇറ്റ് ക്യാൻ ഈസിലി ആക്സസ് ബൈ ദ റൈബോസോം ബിക്കോസ് റൈബോസോം ക്യാൻ റെക്കഗ്നൈസ് ദിസ് mRNA 5' end because of the ഷൈൻ ഡെൽഗാർനോ സീക്വൻസ് ആൻഡ് 16S rRNA കോംപ്ലിമെന്റാരിറ്റി. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ റൈബോസോം ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. ഇറ്റ് വിൽ സ്റ്റാർട്ട് ഡൂയിങ് ദ പ്രോട്ടീൻ സിന്തസിസ് ഓർ ട്രാൻസ്ലേഷൻ പ്രോസസ്. ട്രാൻസ്ലേഷൻ പ്രോസസ് അത് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ട്രാൻസ്ലേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് ഈ റൈബോസോം ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അടുത്ത റൈബോസോം കണ്ടുപിടിക്കും. ഇവിടുത്തെ 5th എൻഡിലിരിക്കുന്ന ഷൈൻ ഡെൽഗാർനോ സീക്വൻസ് വീണ്ടും ഫ്രീ ആവും. അപ്പൊ എന്താവും? അതിന്റെ കോംപ്ലിമെന്റാരിറ്റി അനുസരിച്ച് അടുത്ത റൈബോസോമിന്റെ സ്മോൾ സബ് യൂണിറ്റ് വന്നിട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യും. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ mRNA ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന mRNA നമ്മൾ സൈറ്റോപ്ലാസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രോകാരിയോട്ടിന്റെ കേസിൽ അതൊരു മുത്തുമാല ഇരിക്കുന്ന പോലെ ആയിരിക്കും ആ റൈബോസോം ഓരോന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടില്ല. അതായത് ഒരു റൈബോസോം ഇവിടുന്ന് മൂവ് ചെയ്യാൻ നോക്കിയിരിക്കും, അടുത്ത റൈബോസോം ഇതിനെ റെക്കഗ്നൈസ് ചെയ്യാനും ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യാനും. സോ ദിസ് mRNA it will undergo several times the translation process or protein synthesis in the case of prokaryotic organism before completing the transcription itself. Transcription complete ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ കുറെ പ്രാവശ്യം അത് ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങും. അതേപോലെ when it reaches to the terminator regionൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ റോ ഫാക്ടർ എന്ന് പറയുന്നത് എന്താ? ദ ടെർമിനേഷൻ ഫാക്ടർ. റോ ഫാക്ടർ വന്നിട്ട് RNA പോളിമറൈസുമായിട്ട് അറ്റാച്ച് ചെയ്യും. അതേപോലെ തന്നെ അതിന്റെ ടെർമിനേറ്റർ റീജിയനിലും അറ്റാച്ച് ചെയ്യും. ആ ടെർമിനേറ്റർ റീജിയനിൽ നമ്മൾ പറഞ്ഞു ഏകദേശം 4 മുതൽ 6 അഡിനൈൻ അടുപ്പിച്ചുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ 4 to 6 അഡിനൈൻ when it is seen together in the 3' end of the 5' end of that particular template strand, they will understand that it is
that rho factor will understand that is the termination region. There they will go and attach. ആ റോ ഫാക്ടറിന് കുറച്ച് ATPase ആക്ടിവിറ്റിയും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം RNA പോളിമറേസിനെ അവിടുന്ന് വിടിയിച്ച് അവിടുന്ന് സെപ്പറേറ്റ് ചെയ്യിപ്പിച്ച് അങ്ങോട്ട് വിടിയിപ്പിച്ച് കളയും. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RNA പോളിമറേസിൽ നിന്ന് എന്തും കൂടി വിട്ടുപോരുന്നറിയോ? പുതിയതായിട്ട് ആ mRNA ഉണ്ടായിട്ടില്ലേ, ആ mRNA കൂടി വിട്ടുപോരും. അതുപോലെ റോ ഫാക്ടർ സെപ്പറേറ്റ് ആയി പോകും, RNA പോളിമറേസ് സെപ്പറേറ്റ് ആയിട്ട്, കോറൻസൈം സെപ്പറേറ്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ mRNA കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് റിലീസ് ആവും, സൈറ്റോപ്ലാസ്റ്റിലേക്ക് റിലീസ് ആവും. ഇതാണ് പ്രോകാരിയോട്ടിലെ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ ഈ റൈബോസോം വന്ന് ഇത് ആക്സസ് ചെയ്യുന്നൊക്കെ പറഞ്ഞത് ഞാൻ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ജസ്റ്റ് ആ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ പ്രോകാരിയോട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനവിടെ ആ റൈബോസോമിന്റെയും ഷൈൻഡൽഗാർനോ സീക്വൻസിന്റെയും കോംപ്ലിമെന്റാരിറ്റി ഞാനിവിടെ പറഞ്ഞു വെച്ചത് കേട്ടോ. ഇനി യൂകാരിയോട്ടിന്റെ കേസിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതെങ്കിൽ അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്ട് ഇറ്റ് ഈസ് ലിറ്റിൽ മോർ കോംപ്ലിക്കേറ്റഡ് ആൻഡ് വി ക്യാൻ സീ it has 3 different types of enzymes taking part in synthesizing the different types of RNA in the case of eukaryotic organism. യൂകാരിയോട്ടിന്റെ കേസിൽ പലതരത്തിലുള്ള RNA പോളിമറേസ് ആണ് ടേക്ക് പാർട്ട് ചെയ്യുന്നത്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA പോളിമറേസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതായത് in the case of eukaryotic organism the RNA polymerase 1, ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ്. പക്ഷെ RNA polymerase 1 it will help in synthesizing certain specific RNAs as 28S rRNA, 18S rRNA and 5.8S rRNA. 28S rRNA, 18S rRNA and 5.8S rRNA. ഇത്രയും rRNAസിനെ സിന്തസൈസ് ചെയ്യുന്നത് ആരാണ്? RNA polymerase 1 ആണ്. അതേപോലെ RNA polymerase 2. ഇനി ഇത് ഈ കാണുന്ന rRNAs ഒക്കെ എവിടെയാ കാണുന്നതെന്ന് ഞാൻ ഓരോ RNA കുറിച്ച് പറയുമ്പോൾ പറയാം. Okay. Next one is RNA polymerase 2. RNA polymerase 2 it will help in synthesizing the heterogeneous nuclear RNA or hnRNA or precursor of mRNA. അതായത് immature mRNAയുടെ സിന്തസിസിന് വേണ്ടിയിട്ട്. നമ്മൾ പറഞ്ഞില്ല mRNA എപ്പോഴും എങ്ങനെയായിട്ടായിരിക്കും സിന്തസൈസ് ചെയ്യുന്നത്? ഹൈ ഇൻട്രോൺ സീക്വൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇമ്മേച്യൂർ ആയിട്ടായിരിക്കും സിന്തസൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനെയാണ് hnRNA എന്ന് പറയുന്നത്. അതേപോലെ RNA polymerase, this is RNA polymerase 2. Next one RNA polymerase 3. RNA polymerase 3 ഏതൊക്കെ തരത്തിലുള്ള RNA സിന്തസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ that will help in synthesizing 5S rRNA and snRNA. 5S rRNA and snRNA. Okay. ഇത് ഓരോ RNA അല്ലെങ്കിൽ ഓരോ RNA ഏത് തരത്തിലുള്ളതാന്ന് ഞാൻ അടുത്ത സെഷനിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ RNA polymerase 1 സ്പെസിഫിക് ആയിട്ടായിരിക്കും ഇവിടെ ഓരോ തരത്തിലുള്ള RNA സിന്തസൈസ് ചെയ്യുന്ന യൂകാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ കേസിൽ RNA polymerase 1 it will help in synthesizing 28S, 18S, 5.8S and 5.8S rRNA. RNA polymerase 2 hnRNA or precursor of mRNA. RNA polymerase 3 it will help in synthesizing 5S rRNA and snRNA. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു hnRNA is nothing but heterogeneous nuclear RNA അല്ലേ? ഈ heterogeneous nuclear RNA when it is produced by the eukaryotic organism, this has to undergo maturation before the protein synthesis. അല്ലെങ്കിൽ polypeptide synthesis മുമ്പ് ഇത് മെച്ചുറിങ് നടക്കേണ്ട ഇതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ RNAയിൽ കുറെ ഇൻട്രോൺ സീക്വൻസ് ഇരിക്കുന്നുണ്ട്. ആ ഇൻട്രോൺ സീക്വൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഹാസ് ടു അണ്ടർഗോ സ്പ്ലൈസിങ്. ഇതെന്ത് നടക്കണം? സ്പ്ലൈസിങ് നടക്കണം. അതേപോലെ തന്നെ സ്പ്ലൈസിങ് ഇൻ വിച്ച് വി ക്യാൻ സീ ദ ഇൻട്രോൺസ് ആർ റിമൂവ്ഡ്. ഇൻട്രോൺസ് റിമൂവ്ഡ് ആൻഡ് എക്സോൺസ് ജോയിൻഡ്. എക്സോൺസ് ജോയിൻഡ്. എക്സോൺസ് എല്ലാം കൂടി കൂടിയിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു ഫങ്ഷണൽ mRNA ആക്കി മാറ്റും. അതേപോലെ ഇറ്റ് ഹാസ് ടു അണ്ടർഗോ ക്യാപ്പിംഗ്. ഇറ്റ് ഹാസ് ടു അണ്ടർഗോ ക്യാപ്പിംഗ്. ക്യാപ്പിംഗ് വിൽ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് 7-methyl guanosine. അതായത് അതിന്റെ ഫസ്റ്റ് 5' എൻഡിൽ വന്നിട്ട്
7-methyl guanose എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡ് ആയിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, അല്ലാതെ സിമ്പിൾ ഗുവാനോസിനല്ല. ദാറ്റ് ഈസ് എ ക്യാപ്പിംഗ്. ഈ 7-methyl guanosine ആർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും അറിയോ? സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ക്യാൻ റെക്കഗ്നൈസ് വെൻ ഇറ്റ് ഈസ് കമ്മിങ് ഫോർ ദ ട്രാൻസ്ലേഷൻ. മറ്റേതിനകത്തായിരുന്നെങ്കിലോ ഷൈൻ ഡെൽഗാർനോ സീക്വൻസിന് സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ക്യാൻ റെക്കഗ്നൈസ് ഇൻ ദ കേസ് ഓഫ് പ്രോകാരിയോട്ട്. യൂകാരിയോട്ടിന്റെ കേസിൽ 7-methyl guanosine capping that will help in recognizing the mRNA 5' end by the small subunit of ribosome. അതേപോലെ അടുത്ത പ്രോസസ് എന്താണെന്ന് വെച്ചാൽ ടെയിലിംഗ്. Tailing in which polyadenine will be added. ഏകദേശം 200 to 300 adenine will be added at the 3' end. At the 3' end. 3' endil വന്നിട്ട് ഒരു polyadenine tail will be added. അതെന്തിനു വേണ്ടിയിട്ടാന്നുള്ള വെച്ചാൽ ഒരു എക്സിറ്റ് പാസ് ആണ് ഇവരുടെ. അതായത് നമുക്ക് ഈ mRNA സിന്തസിസ് അല്ലെങ്കിൽ ഈ എല്ലാ RNA സിന്തസിസ് എവിടെയാണ് നടക്കുന്നത്? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് RNA ഉണ്ടായി കഴിഞ്ഞാൽ ആ RNAക്ക് പുറത്തേക്ക് പോരാനുള്ള ഔട്ട് പാസ് എന്ന് പറയുന്നതാണ് ഈ പോളി എ ടെയിൽ. RNA പുറത്തേക്ക് വന്നാലാണ് അവിടെ റൈബോസോമില് അല്ലെങ്കിൽ റൈബോസോമിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് tRNAയുടെ ഹെൽപ്പോട് കൂടിയിട്ടൊക്കെ അതിനെ ട്രാൻസ്ലേഷൻ ചെയ്ത് ഒരു പ്രോട്ടീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഔട്ട് പാസ് ആണ് പോളി എ ടെയിൽ. അതുപോലെ തന്നെ 7-methyl guanosine triphosphate that is present at the 5' end that will help in recognizing the small subunit of ribosome to mRNA 5' end. mRNA 5' endനെ recognize ചെയ്യാൻ വേണ്ടി small subunit of ribosome നോക്കുന്ന ക്യാപ്പിംഗ് ആണ്. ഓക്കെ, ഇതാണ് യൂകാരിയോട്ടിക് ഓർഗാനിസത്തിൽ നടക്കുന്നത്. ബാക്കി എല്ലാ പ്രോസസ് എന്ന് പറയുന്നത് ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ്. അതിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് ഐ എം ജസ്റ്റ് അവോയ്ഡിങ് ദ. നമുക്ക് ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് മേജർ ഡിഫറൻസ്? അതായത് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്ന സമയത്ത് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിൽ പ്രോകാരിയോട്ടും യൂകാരിയോട്ടും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. പ്രോകാരിയോട്ടിന്റെ കേസിൽ RNA പോളിമറൈസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ എൻസൈം മാത്രമാണ് ടേക്ക് പാർട്ട് ചെയ്യുന്നത്. അതിന് 3 പാർട്ടുണ്ട്. ഒന്ന് ഇനിഷ്യേഷൻ ഫാക്ടറും, ഒന്ന് ടെർമിനേഷൻ ഫാക്ടറും, ഒന്ന് കോറെൻസൈം. കോറെൻസൈം 5 സബ് യൂണിറ്റ് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൽഫ പ്രൈം, ബീറ്റ പ്രൈം ആൻഡ് ഒമേഗ. അതിനകത്ത് ബീറ്റ പ്രൈം ആണ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഉള്ളത്. ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യുന്നത് 30 ന്യൂക്ലിയോടൈഡ് പെർ സെക്കൻഡ് ഇതിലാണ് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ന്യൂക്ലിയോടൈഡ് കാണുന്നത് AMP, CMP, UMP ആൻഡ് GMP ഫോമിലായിരിക്കും. അതിനെ അത് ആക്ടിവേറ്റഡ് ഫോമിലാവുന്ന ഫോസ്ഫോറിലേഷൻ നടക്കുമ്പോഴാണ് അത് കുറച്ച് എനർജറ്റിക് ആവും. വെൻ ഇറ്റ് ഈസ് ആഡഡ് വിത്ത് 2-phosphate ഗ്രൂപ്പ് അഗെയിൻ ടു ദ മോണോഫോസ്ഫേറ്റ് ഓർ അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്, guanosine monophosphate, it will be converted to adenosine triphosphate, guanosine triphosphate. അങ്ങനെ ഒരു എനർജി റിച്ച് മോളിക്യൂളും കൂടി ആവും. അതേപോലെ തന്നെ when it is undergoing this transcription process, we can see transcription നടക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ mRNA which is synthesized that will be hanging from the DNA strand. എവിടെയൊക്കെ ട്രാൻസ്ക്രിപ്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ റീവൈൻഡ് ചെയ്ത് പോവും. അതുകൊണ്ട് തന്നെ അവിടെ എക്സ്പോസ്ഡ് ആയിട്ട് DNA ഒന്നും കാണാനുണ്ടാവില്ല. RNA പോളിമറൈസ് പോകുന്ന വഴിയിൽ മാത്രമാണ് ഹെലിക്കേസ് അതിനെ അൺവൈൻഡ് ചെയ്ത് സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ അതിനെ അൺവൈൻഡിങ് ഫോമിൽ നിലനിർത്തുന്നുള്ളൂ. ബാക്കി എല്ലാ RNA ഇങ്ങനെ ഹാങ് ചെയ്തിട്ടായിരിക്കും കാണുക. പ്രോകാരിയോട്ടിന്റെ കേസിൽ 5' end പുറത്തേക്ക് കടക്കുന്ന വഴി തന്നെ റൈബോസോമിനെ അതിനെ ആക്സസ് ചെയ്യാം. കാരണം അതിന്റെ 5' endൽ ഒരു ഷൈൻ ഡെൽഗാർനോ സീക്വൻസ് ഇരിക്കുന്നുണ്ട്. അത് സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോമിൽ ഇരിക്കുന്ന 16S rRNAക്ക് കോംപ്ലിമെന്ററി ആയതുകൊണ്ട് ഈ 16S rRNA സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോമിനെ വലിച്ചു കൊണ്ടുവന്നിട്ട് അതിന്റെ 5' mRNAയുടെ 5' endൽ വെക്കും. അപ്പൊ അവിടെ അങ്ങനെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോമും അപ്പൊ തന്നെ അവിടെ വന്ന് ജോയിൻ ചെയ്തോളും. അതേപോലെ യൂകാരിയോട്ടിക് ഓർഗാനിസത്തിന് അതുപോലെ തന്നെ അത് ആ ടെർമിനേഷൻ റീജിയനിൽ എത്തിക്കഴിയുമ്പോൾ ടെർമിനേറ്റർ റീജിയനിൽ എത്തിക്കഴിയുമ്പോൾ റോ ഫാക്ടർ അറ്റാച്ച് ചെയ്യും. റോ ഫാക്ടർ കുറച്ച് എനർജി സ്പെൻഡ് ചെയ്തിട്ട് ഈ പറയുന്ന RNA പോളിമറൈസിനെ അവിടെ നിന്ന് വിടിയിക്കും. RNA പോളിമറൈസിന് mRNA കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് മാറുകയും ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ട്രാൻസ്ലേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സമയത്ത് പോളിസോംസ് അല്ലെങ്കിൽ പോളിറൈബോസോംസ് അറ്റാച്ച് ചെയ്യും. ഒന്നിൽ കൂടുതൽ റൈബോസോം ഒരു mRNA തന്നെ ഇരിക്കുന്ന കാണാൻ പറ്റും പ്രോകാരിയോട്ടിന്റെ കേസിൽ.
യൂക്യാരിയോട്ടിന്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ RNA പോളിമറൈസ് 3 തരത്തിലുണ്ട്. അത് ഓരോന്നും സ്പെസിഫിക് ആയിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നത്. അതായത് പലതരത്തിലുള്ള RNA സിന്തസൈസ് ചെയ്യുന്ന പലതരത്തിലുള്ള RNA പോളിമറൈസ് ആണ്. അതുപോലെ തന്നെ അത് സിന്തസൈസ് ചെയ്യുന്ന, അതായത് RNA പോളിമറൈസ് 2 ആണ് അതിൻ്റെ അകത്തെ HNRNA അല്ലെങ്കിൽ mRNAയുടെ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നത്. HNRNA എന്ന് പറയാൻ തന്നെ കാരണം അവിടെ mRNA സിന്തസൈസ് ചെയ്യുന്ന ഇനാക്റ്റീവ് ഫോമിലാണ്, അല്ലെങ്കിൽ അതൊരു എന്താ പറയാ ഇമ്മെച്വർ ഫോമിലാണ്. ഇമ്മെച്വർ ഫോമിൽ നിന്ന് മെച്വർ ഫോം ആക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് മെക്കാനിസംസ് നടക്കണം. ഒന്ന് സ്പ്ലൈസിങ് ആണ്, ഒന്ന് ക്യാപ്പിങ്ങും ടെയിലിങ്ങും. സ്പ്ലൈസിങ് നടക്കുമ്പോൾ ഇൻട്രോൺ സീക്വൻസ് ഫുള്ള് റിമൂവ് ആയി പോകും. ക്യാപ്പിംഗ് നടക്കുമ്പോൾ 7-methyl guanosine trifosphate എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അതിന്റെ 5' എൻഡിൽ ആഡ് ചെയ്യുന്നത്. അതിനെയാണ് സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസം ട്രാൻസ്ലേഷന്റെ സമയത്ത് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതേപോലെ ഒരു പോളി അഡിനൈൽ ടെയിൽ വിൽ ബി ആഡഡ് അറ്റ് 3' എൻഡ്. ഏകദേശം 200 മുതൽ 300 അഡിനൈൻ വരെ ലെങ്ത് ഉള്ള ഒരു ടെയിൽ ആയിരിക്കും അതിന്റെ 3' എൻഡിൽ വന്ന് ആഡ് ചെയ്യുന്നത്. അതേപോലെ ഈ mRNA ഇത് സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഹാസ് ടു പാസ് ഫ്രം ദ ന്യൂക്ലിയസ് ടു ദ സൈറ്റോപ്ലാസം. അതിന്റെ ആ എക്സിറ്റ് പാസ് എന്ന് പറയുന്നത് അതിന്റെ പോളി അഡിനൈൽ ടെയിലാണ്. അതിന്റെ ട്രാൻസ്ലേഷൻ പ്രോസസ് നടക്കുന്ന കംപ്ലീറ്റ് ട്രാൻസ്ക്രിപ്ഷൻ നടന്നതിന് ശേഷം മാത്രമാണ് അവിടെ ഒരിക്കലും ഒരു mRNAയുടെ മേലെ ഒന്നിൽ കൂടുതൽ റൈബോസോം അറ്റാച്ച് ചെയ്തേക്കുന്നത് നമ്മൾ കാണില്ല. അതായത് പോളിസോം സ്ട്രക്ചർ ഇറ്റ് വിൽ നോട്ട് ബി പ്രസന്റ് ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്ടിക് ഓർഗാനിസം. ഇതാണ് ദ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് ഇൻ പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ട്. ഇനി നമുക്ക് അടുത്ത സെഷനിൽ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ തരത്തിലുള്ള RNAs ആണുള്ളത്, വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് RNA that we will see in the next session.